പിപ്പ് ആൻഡ് പിപ്പറ്റ്സ് എന്താണെന്നറിയാത്തൊരു ഫോറക്സ് ട്രേഡറാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായും മുഴുവനായും കാണുക. ചാർട്ടിലെ പ്രൈസ് മൂവ്മെന്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ബേസിക്കലി പിപ്പ് ആൻഡ് പിപ്പറ്റ്സ് റീഡ് ചെയ്യാൻ പഠിക്കുന്നത്. USD ഒരു എക്സാമ്പിൾ ആക്കി എടുക്കാം. സ്ക്രീനിലേക്ക് നോക്കുകയാണെങ്കിൽ ചാർട്ടിന്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ വാല്യൂ ആണ് USDയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. നമ്മൾ ഇപ്പൊ കണ്ട പ്രൈസിൽ നിന്ന് എങ്ങനെ പിപ്പ് ആൻഡ് പിപ്പറ്റ്സ് റീഡ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ USDയുടെ വാല്യൂ 1.16284 ആണ് കൺസിഡർ ചെയ്യുക. അങ്ങനെയെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് 1, 2, 3, 4, 5 അഞ്ചാം സ്ഥാനത്തുള്ളത് പിപ്പും 6 ആറാം സ്ഥാനത്തുള്ളത് പിപ്പറ്റുമായിട്ടാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്. ഇനി വേറൊരു കറൻസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ USD JPY. ഇവിടെയും 1, 2, 3, 4 ആൻഡ് 5th പ്ലേസ് ഉള്ളത് പിപ്പും 6th പ്ലേസ് ഉള്ളത് പിപ്പറ്റുമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ ഡെസിമൽ പ്ലേസ് എവിടെയാണെങ്കിലും അത് നിങ്ങൾ ബോധർ ചെയ്യണ്ട. ലെഫ്റ്റിൽ നിന്ന് 1, 2, 3, 4 അഞ്ചാം സ്ഥാനത്തുള്ളത് പിപ്പും ആറാം സ്ഥാനത്തുള്ളത് പിപ്പറ്റുമായിട്ട് റീഡ് ചെയ്യുക. ഇനി ഗോൾഡിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്. 1, 2, 3, 4 അഞ്ചാം സ്ഥാനത്തുള്ളത് പിപ്പും ആറാം സ്ഥാനത്തുള്ളത് പിപ്പറ്റുമാണ്. അപ്പൊ പ്രൈസിന്റെ ലെഫ്റ്റിൽ നിന്ന് അഞ്ചാം സ്ഥാനത്തുള്ളത് പിപ്പും ആറാം സ്ഥാനത്തുള്ളത് പിപ്പറ്റുമാണ് നമുക്ക് മനസ്സിലായി. ഇവിടെ പിപ്പറ്റ് 10 പ്രാവശ്യം മൂവ് ചെയ്യുമ്പോഴാണ് പിപ്പ് ഒരു പ്രാവശ്യം മൂവ് ആവുക. അതായത് 1 പിപ്പ് ഈക്വൽ ടു 10 പിപ്പറ്റ്സ്. നിങ്ങൾ വണ്ടിയിലൊക്കെ കണ്ടുവരുന്ന ഓഡോമീറ്ററിന്റെ പ്രവർത്തനം പോലെ തന്നെയാണ് ഏറെക്കുറെ ഇവിടെ പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചോളൂ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പിപ്പ് ആൻഡ് പിപ്പറ്റ് യൂസ് ചെയ്ത് പ്രൈസ് എങ്ങനെ പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാമെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തോന്നിയെങ്കിൽ പ്ലീസ് സേവ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്.